This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്തിലെ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ജനപ്രതിനിധികൾ, നേതാക്കൾ, പ്രവർത്തകർ, വിവിധ സംഘടനകൾ, പോലീസ്, അഗ്നിരക്ഷാ സേനകൾ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്ദി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയെന്ന CPM പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തും ജനപ്രതിനിധികളും ദുരന്തമുഖത്ത് സജീവമായി ഇടപെടുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. CPM രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചത് നിന്ദ്യമാണെന്നും അവർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കുന്നുമ്മൽ, KK സുരേഷ് കുമാർ, TP ചന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇതുവരെ അനുഭവപ്പെടാത്ത വലിയ തരത്തിലുള്ള ഒരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ വ്യക്തികൾക്കും, സംഘടനകൾക്കും, മാധ്യമപ്രവർത്തകർക്കും, സർവോപരി എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്ദി പഞ്ചായത്തിൻ്റെ പേരിൽ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ട രാജേഷിനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് വന്ന കേരള സർക്കാരിനെയും പിന്നെ മുഖ്യമന്ത്രിയോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചെറുപുഴ പഞ്ചായത്തിൽ ഈ ദിവസങ്ങളിൽ 3 ക്യാമ്പുകളിലായിട്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന് കോഴിച്ചാൽ, ഇടവരമ്പ് LP സ്കൂള്, കന്നിക്കുളം നവജ്യോതി കോളേജ്. അതിൽ 2 സ്ഥലത്തെ ക്യാമ്പുകളും പിരിച്ചുവിട്ടു. ഇനിയുള്ളത് കന്നിക്കുളം നവജ്യോതി ക്യാമ്പാണ്. അതിൽ 6 കുടുംബങ്ങളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ഇന്നും ഞങ്ങൾ അവരുടെ കുടുംബങ്ങളിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ ദുരിതം നടന്ന വീടുകളിലെല്ലാം തന്നെ ശുചീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നേരിൽ കണ്ടപ്പോൾ അതിൽ 2 വീടുകൾ തീർത്തും താമസയോഗ്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ മുറ്റമെല്ലാം ഇല്ലാണ്ട് ചളി കയറി വൃത്തിഹീനമായ അവസ്ഥയിലാണ്. ഈ സമയത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ ജനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവരാണ്. 1-ാം തീയതി ഒരു ഉച്ചയോടെയാണ് ഈ സംഭവം ഞങ്ങൾ അറിയുന്നത്. ആ ഉച്ച സമയത്ത് ഇവിടെ നിന്ന് ഞങ്ങൾ 9-ാം വാർഡിലെ മെമ്പർ അവിടെ നിന്ന് വിളിച്ചറിയിക്കുകയാണ്, ഇവിടെ എല്ലാം ഉരുള് പൊട്ടി, ഒരു വീട് മുഴുവനായിട്ടും വെള്ളം കൊണ്ടുപോയി, ബാക്കി 3 കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെ ഒന്ന് മാറ്റി പാർപ്പിക്കണം, അതുകൊണ്ട് എത്രയും വേഗം സ്ഥലത്തെത്തണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് എന്നോടൊപ്പം 2 മെമ്പർമാരും 1-2 പേര് ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു. രാജഗിരി എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ നോക്കുമ്പോൾ മലമുകളിൽ നിന്ന് വലിയ കല്ലുകളും വെള്ളവുമായിട്ട് ഒഴുകി വരികയാണ്. ഞങ്ങൾ വണ്ടി താഴെ ചേർത്ത് നിർത്തി. അതിൻ്റെ ശേഷം 2 വീടുകളാണ് അവിടെ അടുത്തുള്ളത്. ആ വീടുകളുടെ അടുത്ത് അവർ വാർക്കട മണ്ടയ്ക്ക് കയറി നിൽക്കുകയാണ്. അവരോടൊപ്പം ഞങ്ങളും അവിടെ നിന്നു. ഉരുണ്ട് വന്ന കല്ലുകൾ മുഴുവനും ആ സമയത്ത് തന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് വെള്ളം പോകാതിരിക്കാൻ ആ വീട്ടുകാരോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്വേഷണ മെമ്പർ അടക്കം ഞങ്ങൾ ആ വീടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഉരുട്ടി ഞങ്ങൾ മാറ്റി വെച്ചു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു. റോഡിലുള്ള കല്ലുകൾ മുഴുവൻ നീക്കി ആ വണ്ടി കടന്നു പോകാൻ വേണ്ടി ഞങ്ങൾ കല്ലുകളെല്ലാം സൈഡിലേക്ക് നീക്കി ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ അങ്ങോട്ടൊരു 100 മീറ്റർ കടന്നിട്ടുണ്ടാവാം. ആ സമയത്ത് ഞങ്ങളങ്ങ് കടക്കുകയും വേറൊരു ഭാഗത്തുനിന്ന് വെള്ളവും കുറച്ച് മരങ്ങളും കൂടെ ഞങ്ങളങ്ങ് കടന്ന പാടെ റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ തലനാരിഴ ആ സമയത്താണ് ഞങ്ങൾ ആ വണ്ടി അങ്ങോട്ട് കടന്ന് ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഈ സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ എനിക്കറിയാവുന്നതാണ്. നിങ്ങൾ മുന്നോട്ട് പോകരുത്, പോയാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന്. അപ്പോഴും ഞങ്ങളുടെ മുൻപിലുള്ളത് ഈ 3 കുടുംബങ്ങളാണ്, അവരെ മാറ്റി താമസിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആ വാക്ക് അവഗണിക്കാതെ ഞങ്ങൾ മുന്നോട്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ പോയി. അവിടെ എത്തി പോകുന്ന സമയത്ത് പിന്നെ 9-ാം വാർഡിലെ മെമ്പർ പറഞ്ഞ വീടിൻ്റെ അടുത്ത് എത്തിയില്ല. അതിന് മുൻപേ അവിടെ ഒരു കോറിയുണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഉരുളുപൊട്ടി ഒരു മനുഷ്യൻ റോഡിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വാർത്തകളിൽ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ട് ഉള്ള മണ്ണിനടിയിൽ നിന്ന് ഒരു മനുഷ്യനെ പൊക്കിയെടുക്കുന്നത്. ഇത് ഞങ്ങൾ ചെന്ന ജീപ്പിനാണ് ഞങ്ങൾ ഈ മനുഷ്യനെ പൊക്കിയെടുത്ത് ശരിക്കും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെന്ന വണ്ടിക്ക് ഞങ്ങൾ ഈ മനുഷ്യനെ ഞങ്ങൾ അതിനകത്ത് പെടുത്തി. മോളിൽ നിന്ന് 2-3 വീട്ടുകാരുണ്ടായിരുന്നു, അവരെയും കൂടെ ചേർത്ത് ഞങ്ങൾ ആ വണ്ടിക്ക് അവരെ ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ നിന്ന് 3 വീട്ടുകാരെയും ബന്ധു വീട്ടിലേക്ക് മാറ്റി താമസിച്ചു. തിരിച്ചു പോരാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വഴി ബ്ലോക്കായി.
9-ാം വാർഡിലെ മെമ്പർ ഒരു ജീപ്പ് കൊണ്ടുവന്നു. ആ ജീപ്പിന് വരുമ്പോൾ ഞങ്ങൾക്ക് വഴി ബ്ലോക്കായി. 10:30-ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചിപ്പുറം കടക്കാൻ സാധിച്ചത്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഉള്ള നന്ദി ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പൊതുസമൂഹവും ഒന്നിച്ചു നിന്ന് ഇതിനു മുമ്പും അതുപോലെ ഇപ്പോഴുണ്ടായ ദുരന്തത്തിലും ഒന്നിച്ച് അതിനെ നേരിട്ടിട്ടുണ്ട്. ഈ പത്രസമ്മേളനം ഇന്ന് ഇവിടെ വിളിക്കുന്നൊരു കാരണം തന്നെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ദുരന്തത്തിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവന കൊടുക്കുകയും അതുപോലെ പത്രസമ്മേളനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു തരത്തിലും ഒരു പാളിച്ചയും നമ്മുടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് 1-ാം തീയതി മുതൽ എല്ലാവരും ഈ പഞ്ചായത്തിലെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മെമ്പർമാരും അതുപോലെ യുവജന സംഘടനകളായ DYFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളായാലും എല്ലാവരും ഒരു മനസ്സോടുകൂടി ഈ രംഗത്തുണ്ടായിരുന്നു. കോൺഗ്രസ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തതിന് വലിയ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ ചെറുപുഴ പഞ്ചായത്തിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ അംഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഈ കലാമിറ്റീസിനെ നേരിടാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ടിരിക്കുന്നത്. MLA അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്യുകയും വൈകുന്നേരം വരെ പ്രശ്നമായിരുന്ന മേഖലകളൊക്കെ സന്ദർശിക്കുകയും കലക്ടറെ വിളിച്ച് സംസാരിക്കുകയും ആവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്തു. ബഹുമാന്യായ KPCC അധ്യക്ഷൻ കൂടിയായ ജില്ലയുടെ ചാർജുള്ള മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹം ഇന്നലെ വിളിക്കുകയും ഇന്നലെ ഇവിടത്തേക്ക് ഈ നമ്മുടെ തിരച്ചിലിന് വേഗത കൂട്ടാനുള്ള വണ്ണം നേവിയുടെ മുങ്ങൽ വിദഗ്ധരെയും അതുപോലെ തന്നെ NDRFിൻ്റെ മുങ്ങൽ വിദഗ്ധരെയൊക്കെ അടിയന്തരമായി കലക്ടറോട് നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് അയക്കുവാനുള്ള സംവിധാനമാക്കുകയും അവരൊക്കെ വഴിയിലാണ് ഈ മൃതദേഹം ലഭിച്ചു എന്നതിൽ തിരിച്ചുപോയത്. അപ്പോൾ ആ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. തഹസിൽദാർ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. സർക്കാരും MLAയും ഭരണകൂടവും രാഷ്ട്രീയ കക്ഷികളും യുവജന സംഘടനകളും ഒക്കെ നമ്മുടെ നാട് ഇന്നുവരെ കാണാത്ത ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് എത്തപ്പെട്ടപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. പക്ഷേ ഈ സ്ഥലങ്ങളിലും യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ഈ ദുരന്തമുഖങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരായി CPMൻ്റെ ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ മാറാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പൂർണ്ണമായും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നില്ല. കാരണം ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളും പ്രവർത്തകരുമൊക്കെ ചെറുപുഴ പഞ്ചായത്തിനകത്തുള്ള അതുപോലെ തന്നെ യുവജന സംഘടനാ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ചെറുപുഴ പഞ്ചായത്തിനകത്ത് ഈ ദുരന്തമുഖത്ത് ജനങ്ങളെ സഹായിക്കുവാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനൊക്കെ ഉണ്ടായതാണ്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPMനെ പ്രാദേശികമായി നമ്മൾ കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഇന്നലെ മാത്രം ഇവിടെ സന്ദർശിക്കുകയും ഈ പ്രദേശങ്ങളിലുണ്ടായ പ്രവർത്തനങ്ങളിൽ വലിയ ഏകോപനമില്ലായ്മ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാക്കി തിരിച്ചുപോയി. ഈ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് വരുമ്പോൾ അതിനിടയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഈ AKI സെൻ്ററിൽ നിന്നും പിണറായി വിജയൻ കൊടുക്കുന്ന ക്യാപ്സ്യൂൾ അതേപോലെ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഇതുപോലെ ഇത്തരത്തിലുള്ള കലാമിറ്റീസുകൾ നേരിടുന്നതിൽ വലിയ രീതിയിലെ പരാജയമുണ്ടെന്ന് പുറം ലോകത്തെ അറിയിക്കാനും മാധ്യമങ്ങളെ അറിയിക്കുവാനുമായി നടത്തിയ ചില ശ്രമങ്ങളുടെ ഭാഗമായി ഇന്നലെ ഇവിടത്തേക്ക് കടന്നു വന്ന CPMൻ്റെ ഒരു ഏരിയ നേതാവ് നടത്തിയ പത്രസമ്മേളനമാണ് ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസിന് കാരണമായി മാറിയത്. ഈ ദുരന്തമുഖത്ത് ഇതുപോലെ ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന അത്യന്തം പ്രതിഷേധകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനായ പഞ്ചായത്ത് അംഗത്തെ വിളിച്ചു ചേർത്താൽ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരായ പഞ്ചായത്ത് മെമ്പർമാരടക്കം പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് പരിപൂർണമായും ഈ ദുരന്ത പ്രദേശങ്ങളിൽ വളരെ സജീവമായ രീതിയിൽ ജനങ്ങളെ സഹായിക്കാനും ഈ ദുരന്ത പ്രദേശങ്ങളിലെ ഈ പറയുന്ന പോലെ അത് പ്രവർത്തികളെ ഏകോപിപ്പിക്കുവാനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. 2 തവണ കമ്മിറ്റി യോഗം ചേരുകയും കൃത്യമായ രീതിയിൽ പരസ്പരം നിർദ്ദേശങ്ങൾ കൈമാറുകയും അതിനനുസരിച്ച് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റുകളിലും മറ്റൊക്കെ ഇവിടെ വന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കാരണം ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നതാണ്. പല വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കാൻ ശ്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗം ഈ പറയുന്ന പോലെ പാർട്ടി പഞ്ചായത്ത് ഏകോപനം മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ ഭംഗിയായി നടന്നു വരുന്നതാണ്. ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം നമ്മൾ പ്രസിഡന്റ് അന്വേഷിച്ച സമയത്ത് ആ പ്രോഗ്രാം ലെറ്ററിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പേരെഴുതാൻ വിട്ടുപോയി എന്നുള്ളത് മാത്രമായിരുന്നു. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതിലോ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിലോ ഒന്നും യാതൊരുവിധ തകരാറുകളും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പ്രോഗ്രാം ലിസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കാണാത്തതിൻ്റെതായ ഒരു സ്വാഭാവികമായ സാങ്കേതികമായ വിഷയങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ
പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തം. ആ ദുരന്തത്തിനെ കൈകാര്യം ചെയ്യാൻ സാധ്യമാവുന്ന എല്ലാ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വനിതകളായ പഞ്ചായത്ത് അംഗങ്ങളടക്കം ഞാൻ സൂചിപ്പിച്ചത് സ്വന്തം വീടുകളിൽ പോലും പോകുന്ന 2 ദിവസത്തോളം വിവിധ ആളുകളുടെ സ്ഥലങ്ങളിലെത്തിയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മളെന്നല്ല, രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സാധ്യമാവുന്ന ഈ മേഖലയിലെ എല്ലാ ആളുകളും പരമാവധി അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രയാസപ്പെടുകയും ഇവിടെയൊക്കെ ചെയ്യും. പിന്നെ അതിനകത്ത് മൈന്യൂട്ടായ ചില വിഷയങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ടേക്കാം. നമ്മളെ ഒരു ദുരന്തമുഖത്ത് അത് ചർച്ച ചെയ്യാതെ അതിനുശേഷം വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ നാളുകളിൽ അത് ഇല്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. പിന്നെ പരമാവധി റവന്യൂ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയൊക്കെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു റവന്യൂ ഉദ്യോഗസ്ഥരല്ല, നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പോലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമാണ്. ഇതിനകത്ത് വളർന്നു കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ചിലപ്പോൾ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ പോസിറ്റീവായ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ചില പ്രായോഗിക തടസ്സങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. പക്ഷേ അവരൊക്കെ അലേർട്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെയൊക്കെ ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ MLA ആ ദിവസം പൂർണ്ണമായും ബന്ധപ്പെട്ടു. MLA ഈ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥ പ്രവർത്തനം സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ MLA എൻ്റെ കാറിലിരുന്ന് തഹസിൽദാരെ വിളിച്ച് അതിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു. കാരണം ഞാൻ അതിന് തൊട്ടടുത്ത് സന്നിധനായതുകൊണ്ടാണ് പറയുന്നത്, MLA കൂടിയുണ്ടായിരുന്നോണ്ടാണ് പറഞ്ഞു. ഇതൊക്കെ അന്ന് വൈകുന്നേരം തന്നെ വിളിച്ച് പറഞ്ഞ് പിന്നെ പരമാവധി ആ രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു. വലിയ ദുരന്തമാണ് 1-ാം തീയതി ഉണ്ടായത്. പഞ്ചായത്തായാലും പ്രാദേശിക ഭരണകൂടമായാലും ഉദ്യോഗസ്ഥരായാലും ഒന്ന് പകച്ചുപോയെങ്കിലും തീർച്ചയായും അവസരത്തിനൊത്ത് ഉയർന്ന് അതൊക്കെ ഓവർകം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെ 20 പഞ്ചായത്ത് അംഗങ്ങളും ഒറ്റക്കെട്ടായി തന്നെയാണ് അതിന് നേരിട്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ 100ഓളം കിറ്റുകൾ ആശ്രയ എന്ന് പറയുന്ന ഒരു സംഘം, ശ്രേയസ് എന്ന് പറയുന്ന സംഘം വളരെ ഉദാരമായി സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഘമാണ്. അവരുടെ 100 കിറ്റുകൾ ഞങ്ങൾ എല്ലാ വർഷവുമുള്ള 12ഓളം മെമ്പർമാർ കൂടി ഈ ദുരിതമുണ്ടായ വാർഡുകളിലൊക്കെ കൊടുത്ത് ഒന്നിച്ചാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ പോലും ചില കോണുകളിൽ നിന്ന് ഇത് ഒരു മുതലെടുപ്പ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത് അതിനെ തുറന്നു കാണിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ആ രാജേഷിൻ്റെ തിരോധാനം മാത്രമാണ് നമുക്ക് ഇതിൽ താങ്ങാൻ പറ്റാത്ത ഒരു ദുഃഖമായി മാറിയത്. അത് അദ്ദേഹം നമ്മുടെ നാട്ടുകാരനായ 2 പേരെ രക്ഷിക്കുന്നതിനിടയിലാണ് നമ്മളെ വിട്ടുപോയത് എന്നുള്ളത് നമുക്ക് വളരെ സങ്കടകരമാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഇവിടെ യാത്രയാക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. MLA ഉൾപ്പെടെ ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് നേതൃത്വവും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ പരിഹാരത്ത് യാത്രയാക്കുന്നതുവരെ ഉണ്ടായിരുന്നു. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.